നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ദേവർഷോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു സ്ഥലമാണത്. ഒരു കൊച്ചു ഗ്രാമം അല്ലെങ്കിൽ ചെറിയൊരു ടൗൺ എന്നൊക്കെ പറയാം. ഈ ഒരു എന്താ പറയുക, വനത്തിനോടൊക്കെ അതിർത്തി പങ്കിട്ട് കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കൂടല്ലൂർ പോണ റൂട്ടിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൂടല്ലൂർ ഇവിടെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൂട്ട് ഊട്ടി പോകാമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊട്ടൈമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഇവിടെ ഇതുവരെ എത്തിയ സ്റ്റോറീസൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊട്ടൈമറ്റം എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കൊരു എന്താ പറയുക, ഒരു സ്വിറ്റ്സർലാൻഡിനോടൊക്കെ നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന പച്ച മൊട്ടക്കുന്നുകൾ അല്ലെങ്കിൽ മെഡോസിൽ നമ്മുടെ വാഗമണ്ണിലൊക്കെ അതിനോടൊക്കെ ഒപ്പം വയ്ക്കാൻ പറ്റുന്ന ചെറിയ രീതിക്ക് ബൈക്കൊക്കെ ഓഫ് റോഡ് ചെയ്ത് ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ വന്ന സമയം ശരിയല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു തീപിടുത്തമുണ്ടായിട്ട് ഫുള്ള് മുട്ടക്കുന്ന് കത്തിക്കരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പച്ചയ്ക്ക് പകരം നല്ല കറുത്ത കുന്നുകളാണ് കാണുന്നത്. പോരാതെ നല്ല വെയിലുണ്ട്, ഞങ്ങളുടെ സമയദോഷം. പക്ഷെ എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു കൊട്ടൈമറ്റത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടാലും ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ ചുട്ട് പഴുക്കുന്ന വെയിലത്ത് നമ്മളിത് ആ ഒരു മുട്ടക്കുന്നുകൾ കയറാൻ പോവാണ്. നല്ല വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ, നല്ല കോൺക്രീറ്റ് ചെയ്ത്, വലിയ മോശമൊന്നുമില്ല ഇതുവരെ എത്താം. അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. ആ ഒരു ട്രാക്ക് പോകുന്ന കണ്ടില്ലേ, ട്രയൽ പോകുന്ന കണ്ടില്ലേ. അപ്പം അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് ട്രൈ ചെയ്യാം. നമ്മൾ വന്ന സമയം ഇച്ചിരി മോശമായിപ്പോയി. ഉച്ചയ്ക്ക് 11 മണി. രാവിലെയൊക്കെ നല്ല കോട കണ്ടപ്പോൾ ചോദിച്ചാൽ അടിപൊളി വന്നു. പക്ഷേ ഇപ്പോൾ അത് നട്ടപ്പൊരി വെയിൽ കത്തുന്നു നമ്മളൊക്കെ. പക്ഷേ നിങ്ങൾ ഓർക്കണം ഗൈസ്, കൂട്ടുകാരനും ശ്രീമോളും കുട പിടിച്ച് നടക്കുന്നു, കീർത്തി ബേബി തൊപ്പി വെച്ച് നടക്കുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് വ്ളോഗ് എടുക്കലാണ് പ്രധാനം. അതാണ് ഞാൻ വ്ളോഗിങ്ങിനോട് കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ്. അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി. കീർത്തി ബേബ്, എങ്ങനെയുണ്ട് സ്ഥലം? കൂട്ടുകാർ എങ്ങനെയുണ്ട് സ്ഥലം? എടാ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ഫുള്ള് പച്ചപ്പുല്ലുള്ളതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ എങ്ങനെ തീ പിടിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കണേ, കണ്ടോ ആ ഭാഗത്തുള്ള കുന്നൊക്കെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വ്യൂ കണ്ടേ നിങ്ങൾ? അടിപൊളിയല്ലേ? ഇത് ഫുള്ള് പച്ച പുല്ലും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളി. ഇച്ചിരി വെയിലും കൂടി കുറവാണെങ്കിൽ അതിലും അടിപൊളി. അപ്പം നമുക്ക് എന്ത് ചെയ്യാനാ, നമുക്കറിയില്ലല്ലോ ഇവിടെ കത്തി പിടിച്ചു പോയിന്ന്. ഗായ്സ്, അപ്പോൾ ഇംപ്രവൈസ് ചെയ്യണമെന്നല്ലേ, എൻ്റെ കയ്യിലൊരു ടവലുണ്ടായിരുന്നത് ഞാൻ തലയിലിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് വലിയ വെയിലടിക്കണമെന്നില്ല. ലൈറ്റ് കളറും കൂടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കയ്യിലൊക്കെ ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. തീ കുരുത്തല്ലേ, വെയിലത്ത് പാടില്ലല്ലോ. ആ മരം കണ്ടോ ഗൈസ്? അവിടെയാണ് നമ്മൾ ബൈക്ക് വെച്ചത്. അവിടെ നമ്മളിത് ഇത്രയും ദൂരം നടന്നു വന്നു. ഈ മേലെത്താണ്ട് ഇത്രയും ദൂരം കൂടി നടക്കണം. അങ്ങനെ നടന്ന് നമ്മളിതേ ഒരു കൊട്ടൈമറ്റം വ്യൂ പോയിന്റിൻ്റെ മേളിലെത്തി. അത്ഭുതപ്പെടാനൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഈ നട്ടപ്പൊരി വേലത്തൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് കയറാൻ നമുക്ക് തന്നെ ഭ്രാന്തുള്ളൂ. നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് വൈകുന്നേരം ഇവിടെ വന്ന് കയറാൻ ആഗ്രഹമില്ലാണ്ടല്ല. പക്ഷേ സമയത്തിൻ്റെയും ഒക്കെ പരിമിതി മൂലം നമ്മളെത്തിയ സമയം ഇതാണ്. ഗൈസ്, എൻ്റെ ഈ ലുക്ക് ഉണ്ടൊന്നും തോന്നരുത്, നല്ല വെയിലാണ്. അപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായാലും ഇത്രയും വന്നിട്ട് ഈ ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ മോശമാണെന്നുള്ള രീതിക്ക് വന്നതാണ്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു 360 ഡിഗ്രി വ്യൂ. നമുക്ക് ആ ഒരു ക്ലിയർ സ്കൈ കാണാം. ചുറ്റും മലനിരകളാണ്. നമുക്ക് താഴത്തുള്ള ആ പ്രദേശങ്ങൾ മൊത്തം കാണാം. ഈ കാണുന്ന നമ്മുടെ നീലഗിരി മലനിരകളാണ്. അപ്പോൾ ഊട്ടി ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ വരും. ആൻഡ് സോ ഹിയർ നമുക്കവിടെ താഴെ കുറച്ച് ഭാഗത്ത് തേയിലത്തോട്ടങ്ങളുണ്ട്, അപ്പുറത്ത് പാടങ്ങളുണ്ട്. ഞാൻ കുറച്ചുകൂടി ക്ലോസർ വ്യൂ കാണിച്ചു തരാം. അവിടെ കണ്ടല്ലോ, അവിടെ നമുക്കങ്ങനെ കാട് പ്രദേശമുണ്ട്. പിന്നെ അത് അവിടെ തേയിലത്തോട്ടങ്ങൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ വാഴയോ നെല്ലോ അങ്ങനെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമുക്കൊരു അടിപൊളി 360 ഡിഗ്രി വ്യൂ ആണ് ഇതിൻ്റെ മേളിൽ കയറി കിട്ടുന്നത്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു ഒന്നൊന്നര സ്പോട്ട് തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ല. നമുക്ക് 2 കാര്യത്തിലാണ് തെറ്റ് പറ്റിയത്. ഒന്ന്, തീ പിടിച്ചു, അത് ഞങ്ങളുടെ കുറ്റമല്ല. എനിക്ക് തോന്നുന്നത് പുല്ല് ഉണങ്ങി നിന്ന് തുടങ്ങിയപ്പോൾ, ഈ സമ്മറായപ്പോൾ പുല്ല് ഉണങ്ങി നിന്ന് തുടങ്ങിയപ്പോൾ ആൾക്കാർ വന്ന് സിഗരറ്റൊക്കെ വലിക്കില്ല. അങ്ങനെ തന്നെ കത്തിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് കത്തിച്ചിട്ടേക്കും. ഒരു കൺട്രോളബിൾ മറ്റേ ബേണിംഗ് ഇല്ലേ, ആ പരിപാടി ആയിരിക്കണം എന്നാണ് തോന്നുന്നില്ലെങ്കിൽ ഇത്രയും ചുറ്റുവട്ടത്തുള്ള എല്ലാ മുട്ടക്കുന്നുകളും ഒരുമിച്ച് കത്തുന്നിരിക്കുന്നില്ല. പിന്നെ അപ്പുറത്തൊക്കെ വേറെ കുഞ്ഞു കുഞ്ഞു കുന്നുകളുണ്ട്, നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ കയറാം. അതുപോലെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയത്, നട്ടുച്ചയ്ക്ക് വന്നു.
പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ രാവിലെ കോഴിക്കോട് നിന്ന് ഇറങ്ങിയ ഒരു സമയത്ത് അവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ മദ്യക്കുപ്പികളും സിഗരറ്റിൻ്റെ പെട്ടികളൊക്കെ കാണാം. ഫാമിലിയെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ മെയിൻ ഒരു കേന്ദ്രം തന്നെയാവും. കാരണം ഇവിടെ വേറെ മാനേജ്മെൻ്റ് ഒന്നുമില്ല. ഇതൊരു എന്താ പറയുക, ഒരു റോഡ്, നമുക്ക് ഒരു പബ്ലിക് ആക്സസ് ഉള്ള ഒരു റോഡിൽ നിന്ന് ജസ്റ്റ് കയറി വരാവുന്ന ഒരു കുന്നാണ്. അല്ലാതെ ടിക്കറ്റ് എടുക്കാനുള്ള സിസ്റ്റമോ മാനേജ് ചെയ്യാനുള്ളതോ സെക്യൂരിറ്റിയോ അങ്ങനത്തെ ഒരു യാതൊരു അതോറിറ്റി ഇല്ല. ആക്ച്വലി ഇത് എന്ത് ഭൂമിയാണ്, പബ്ലിക് പ്ലേസ് ആണോ അതോ ഈ ഏതെങ്കിലും എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കൺട്രോളുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രാത്രി മദ്യപിക്കാനും മറ്റൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫാമിലിയോ അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊന്ന് മനസ്സിൽ കരുതുക. ഞങ്ങൾക്ക് പേഴ്സണലി ഇപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം നട്ടപ്പൊരി വേലാണ്, നട്ടപ്പൊരി വേലത്ത് ആരും ഇവിടെ വരാനില്ല, അതുകൊണ്ട് ഞങ്ങൾ സേഫാണ്. പക്ഷെ നിങ്ങൾ ഇനിയിപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ലല്ലോ. പിന്നെ ഓഫ് റോഡ് വണ്ടി കൊണ്ടുവരുന്നവർക്ക് അല്ലെങ്കിൽ ഓഫ് റോഡിങ് താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ട്രയലുകളാണ്. പക്ഷേ നിങ്ങളുടെ ഓൺ റിസ്കിൽ എന്താ പറയുക, വണ്ടികളൊക്കെ കയറ്റുക, റൈഡ് സേഫ് അല്ലെങ്കിൽ ഡ്രൈവ് സേഫ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യൂ പോയിൻറ്റ്. കുറച്ചുകൂടി പച്ചപ്പൊക്കെയാണെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ മഴയൊക്കെ പെയ്ത് ഒരു പച്ചപ്പൊക്കെ വന്നാൽ എനിക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ വരാൻ പറ്റട്ടെ. നമുക്ക് എന്തായാലും ഇനി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. നമ്മളൊക്കെ ഫ്രൈ ആയി വെയിലത്ത് നിന്നിട്ട്. വാട്ട് ടു ഡു. എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ വെറുതെ വെയിലത്തും വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നൈസായിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ആ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗൂഡല്ലൂർ ഭാഗത്തോ അല്ലെങ്കിൽ സുൽത്താൻ ഈ ഒരു ഗൂഡല്ലൂർക്കോ ഊട്ടിക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ട്രൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം. ഈവൻ ദാറ്റ് വെയിലുണ്ടാവരുത്, ഇവിടെ ആ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാവും, അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഇങ്ങോട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ലേ ദേവർഷോല എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ, അവിടുന്ന് ഒരു ഡീവിയേഷൻ ഉണ്ട്. ഊട്ടി റോട്ടിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ലെഫ്റ്റിക്ക് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ മതി, കറക്റ്റ് ലൊക്കേഷനൊക്കെയാണ് നിങ്ങൾ എത്തിക്കുക. അപ്പോൾ അവിടുന്ന് ഡീവിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ റോട്ടിൽ കൂടെയൊക്കെ പോയി പിന്നെ നമ്മളൊരു റൈറ്റ് ടേൺ ചെയ്യും. ആ റൈറ്റ് ടേൺ ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് റോഡാണ്. ആ കോൺക്രീറ്റ് റോഡ് കൂടെ ഒരു 1.5 കിലോമീറ്ററിനടുത്ത് നമ്മളിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊട്ടക്കുന്നും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ആയിട്ടൊന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ, വഴിയുടെ സൈഡിലൊക്കെ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ടി ഇടാം. കാരണം ഞാൻ പറഞ്ഞത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലാതെ. അപ്പോൾ അറ്റ് യുവർ ഓൺ റിസ്ക് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാം, മുകളിലേക്ക് കയറാം, അല്ലെങ്കിൽ വണ്ടി മുകളിലേക്ക് കയറ്റാം. പക്ഷെ കയറി വരുന്ന അവിടെ ചെറിയൊരു കിടങ്ങ് എന്താ ഇനി പറയുക, ചെറിയൊരു കുഴി പോലെ സംഭവമുണ്ട്. ഇപ്പോൾ 4 വീലേഴ്സൊക്കെ എത്രത്തോളം കയറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓഫ് റോഡ് 4 വീലേഴ്സ് അല്ല, ലൈക്ക് നമ്മുടെ കാറൊക്കെ കയറ്റാൻ പറ്റുമെന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ്. 2 വീലർ പിന്നെയും നമുക്ക് ചാടിച്ചൊക്കെ കയറ്റാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യൊരു സ്ഥലം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. ഓൾറെഡി ഇവിടെ വന്നവരുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ വന്നപ്പോൾ ഉള്ള സ്ഥലവും ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലം നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിത് ഇങ്ങനെ താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഓൾറെഡി താഴത്തേക്ക് പോയി. ആ ഒരു ചുറ്റുള്ള മലനിരകളൊക്കെ കണ്ടില്ലേ, ഇത് ഏതോ ഒരു മലയാണ്, ഏതാണെനിക്കറിയില്ല. ആ കാണുന്നതാവും നീൽഗിരി ഹിൽസ്, ലൈക്ക് ഊട്ടി ഭാഗമായിട്ടുള്ള ആ ഒരു മലനിരകൾ. അപ്പോൾ നമുക്ക് ചെറിയൊരു ടൗണ് കാണാം, ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര സൺബേണോ അല്ലെങ്കിൽ ഒരു പൊള്ളലൊന്നും തോന്നുന്നില്ല. ചൂടുണ്ട്, പക്ഷേ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് വിയർക്കുന്നില്ല വല്ലാതെ. അതുപോലെ ഈ ഒരു പൊള്ളൽ സൺബേൺ പോലെ ഈ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഈ ടവലും ഒക്കെ അതിനെ കാണാൻ അങ്ങനെ പാറുന്നുണ്ട്. അത്യാവശ്യം കാറ്റുള്ളതുകൊണ്ട് അതൊരു കംഫർട്ടബിളാണ്. കംഫർട്ടബിൾ ഇൻ ദ സെൻസ് ചൂടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. അതുപോലെ ഇവിടെ ഈ 7 അയലത്തൊന്നും ഒരു കട പോലും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ വാട്ട് എവർ യു വാട്ട് അതൊക്കെ കയ്യിൽ കരുതി വരാം. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? ഒരു മണ്ണാങ്കട്ടിയില്ല. പക്ക എന്താ പറയുക, വിജനമായ സ്ഥലമാണ്, ഒന്നുമില്ല. ഇപ്പോൾ നിയറസ്റ്റ് ഷോപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ദേവർഷോല സെൻറ്റർ പറഞ്ഞില്ലേ ടൗണിൻ്റെ, അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും വാങ്ങേണ്ടി വരും. നമ്മുടെ കയ്യിൽ ഭാഗ്യത്തിന് നമ്മൾ വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വലിയ കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. സമ്മറാണല്ലോ, ഡീഹൈഡ്രേഷൻ വരുന്നല്ലോ, നല്ല വെള്ളം കുടിക്കണം. അതും ശ്രദ്ധിക്കുക, ഈ കാലത്ത് ട്രാവൽ ചെയ്യുന്നവരൊക്കെ നല്ലപോലെ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ നമ്മൾ ആ ഒരു മനോഹരമായ എന്ന് പറയുന്നില്ല, മനോഹരമായിരുന്ന ഭാവിയിൽ മനോഹരമാവാൻ പോകുന്ന വീണ്ടും ആ ഒരു വ്യൂ പോയിന്റിനോട് വിട പറയായി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൂട്ടുകാരെ ബൈക്ക് ഓടിച്ച് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിസ്ക് എടുക്കാന്നില്ല, അത്രയ്ക്ക്
എന്താ പറയുക റിസ്കി ഓഫ് റോഡിങ് ഒന്നല്ല. ബട്ട് നമ്മളിപ്പോൾ നട്ടപ്പുരി വലുത്ത് വെറുതെ ഭ്രാന്തി കാണിക്കേണ്ട വിചാരിച്ചിട്ട് ചെയ്തില്ല. ഇതേ ഉള്ളൂ. ഉച്ചയ്ക്ക് വന്ന ഒരു വിഷയം മാറ്റി നിർത്തിയ അടിപൊളി. കുറച്ച് പച്ചപ്പം കൂടിയാണ്, അടിപൊളിയാണ് സ്ഥലം. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇവിടെ നിന്ന് വന്ന് കയറി നോക്കുക. രാവിലെ ഈവനിങ്ങോ ആണെങ്കിൽ ഉച്ചനേരത്തൊന്നും വരാൻ നിൽക്കണ്ട, ഇതുപോലെ ഫ്രൈ ആയി പോകും നിങ്ങൾ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയക്കാം. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ ഹാൻഡിലെ ലിങ്ക്സൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയും പേഴ്സണലി റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ചെയ്താലല്ലേ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ മറ്റൊരു സ്ഥലമായിട്ട് മറ്റൊരു യാത്രയായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉടനെ തന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ട്രാവൽ എന്ന് അക്ഷയ്, കൂട്ടുകാരൻ, ശ്രീമോൾ ആൻഡ് യൂത്ത് ബേബ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.